അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സ്വർഗം നേടിത്തരുന്ന സ്വാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഒട്ടേറെ മാസങ്ങളായി വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബഖറ അതിൻ്റെ അർത്ഥത്തോടെ മനഃപ്പാഠമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സ്വർഗം നേടിത്തരുന്ന സ്വാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സൂറത്തുൽ ബഖറയിലെ 62, 63, 64 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പുള്ള ഓരോ ആയത്തുകളും നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്, മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, ആശയം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ള ഭാഗങ്ങളൊന്ന് ചെറിയ രൂപത്തിൽ അതിലെ ചില ആയത്തുകളൊന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കാം. എല്ലാവരും കൂടെ ഓതാൻ ശ്രദ്ധിക്കുക, അശ്രദ്ധമാകുന്നതിനെ സൂക്ഷിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها
മിൻ ബഖലിഹാ വഖിസ്സാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ. قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. ഇത്രയും ആയത്തുകൾ 61 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 62, 63, 64 ഈ 3 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഓരോ ആയത്തുകളും കൃത്യമായി പഠിക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന 3 ആയത്തുകൾ നമുക്കൊന്ന് ഒരു തവണയൊന്ന് പറഞ്ഞു നോക്കാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി അതിൻ്റെ ഓരോ ഭാഗങ്ങളും വിശദീകരിച്ചു കൊണ്ടുപോകാം. ഇന്നല്ലദീന ആമനൂ ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വന്നസാറാ والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. നമ്മൾ 62, 63, 64 ആയത്തുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയണത്. അതിൽ നമ്മൾ 62ാമത്തെ ആയത്തിലേക്ക് വരാം. എല്ലാവരും ശ്രദ്ധിക്കുക, കൂടെ ഓതാൻ ശ്രമിക്കണം, പരിശ്രമിക്കണം. ഓക്കെ, കാരണം
കൂടെ ഓതിയിട്ടില്ലെങ്കിൽ പിന്നെ മെല്ലെ 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 നമുക്ക് ഉറക്കം വരുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പൊ അതില്ലാതിരിക്കാനാണ് കൂടെ ഓതണം തന്നെ പറയുന്നത്. ഇന്നല്ലദീന ആമനൂ ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ. അവിടെ ഇന്നല്ലദീന ഇന്നല്ലദീന ആമനൂ വല്ലദീന അഹാദു വല്ലദീന പിന്നെ ഹാദു. ഹാദ് യഹൂദ്, അൽ യഹൂദ് എന്നുള്ളതാണ് ഹാദു, അല്ലാതെ ഹിദായത്ത് എന്നുള്ള അർത്ഥത്തിലല്ല. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദു ഹാദു والذين هادوا والنصارى അവിടെ യാ ഇല്ല കേട്ടോ. നസ്വാറ എന്നുള്ളതിന്റെ റാ തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. വന്നസ്വാറ والذين هادوا والنصارى والصابئين അല്ലാതെ സ്വാബിഈൻ ഒന്നും പറയാൻ പാടില്ല. ചില ആളുകളുണ്ട് സ്വാബിഈൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വസ്വാബിഈൻ ഈ ആണ്. വസ്വാബിഈൻ. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. من آمن بالله واليوم الآخر وعمل صالحا ഇവിടെ വൽ യൗമിൽ ആഖിരി എന്ന് തന്നെ പറയണല്ലേ. വൽ യൗമിൽ ആഖിരി. ആഖിരി ആ റെഡ് കളർ അങ്ങനെ തന്നെ കൊടുത്ത ആ എന്നുള്ളതാണ്, അല്ലാതെ ലാ എന്നല്ല അവിടെ വായിക്കുക. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹാ. ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം. فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. ഓക്കെ, നമ്മൾ 62-ാമത്തെ ആയത്താണ് ഇപ്പോ വായിച്ചു പഠിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബനു ഇസ്രായേലരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കുറേ ആഴ്ചകളായി അല്ലെങ്കിൽ കുറേ ക്ലാസ്സുകളായി നമ്മൾ ബനു ഇസ്രായേലരെ കുറിച്ച് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100 ആയത്ത് വരെ അല്ലെങ്കിൽ അതിനോടടുത്ത ആയത്തുകൾ വരെ ഈ ഒരു ഭാഗം തന്നെയാണ് പറയുന്നത്. ഇനി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബനു ഇസ്രായേലരായ ആളുകളും അതുപോലുള്ള പലരും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു അവർക്ക് പല അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹത്തിൽ പെട്ടതാണ് അവരെന്തായാലും സ്വർഗത്തിലാണ്, അവർ അള്ളാന്റെ സ്വന്തക്കാരാണ്
ഇനി അവർ നരകത്തിൽ കിടക്കുകയാണെങ്കിൽ പോലും കുറഞ്ഞ കാലങ്ങൾ മാത്രമേ അവർ സ്വർഗത്തിൽ കിടക്കൂ. ഞങ്ങൾ അള്ളാന്റെ ആൾക്കാരാണ്, അള്ളാന്റെ ഇഷ്ടക്കാരാണ്, ഞങ്ങൾക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടതൊക്കെ അള്ളാന്റെ ഇഷ്ടക്കാരായതുകൊണ്ടും അള്ളാഹു ഞങ്ങളെ പരിഗണിക്കുന്നത് കൊണ്ടും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും നരകത്ത് കിടക്കൂല. ഇനി ഞങ്ങൾ നരകത്തിൽ കിടന്നാൽ തന്നെ കൂടുതൽ കാലൊന്നും അവിടെ കഴിയേണ്ട ഒരവസ്ഥയും ഞങ്ങൾക്ക് ഉണ്ടാകൂല. ഞങ്ങളൊക്കെ അള്ളാന്റെ ആൾക്കാരാണ്, കാരണം ഞങ്ങൾ അള്ളാന്റെ ടീമാണ്. ഇതാണ് അവർ പറഞ്ഞത്, അല്ലെങ്കിൽ അവരുടെ വാദത്തിൽ പെട്ടതായിരുന്നു അത്. നമ്മൾ ആലോചിച്ച് നോക്കണം, ആരാണ് ഈ പറയുന്നത്? അള്ളാഹു ഒരുപാട് അനുഗ്രഹം ചെയ്തവരാണ്. അള്ളാഹു ഒരുപാട് അനുഗ്രഹം അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ധിക്കാര മനോഭാവത്തോടെ അള്ളാഹു എന്ത് കൊടുത്താലും അതിനെയൊക്കെ ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്കിത് മതി എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തേ അത് കിട്ടാത്തത് എന്ന് പരിതപിക്കുന്ന ആളുകൾ, എപ്പോഴും അള്ളാഹു ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തിന്റെ വാക്കുകൾ പറയുന്ന, അള്ളാഹു ഒന്നും തന്നില്ല എന്ന ആക്ഷേപത്തിന്റെ വാക്കുകൾ പറയുന്നവർ, അങ്ങനെയുള്ള ഈ ഒരു വിഭാഗത്തെക്കുറിച്ചും അവരെ പോലുള്ളവരെ കുറിച്ചും അള്ളാഹു ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. ഇവിടെ നേരെ ശ്രദ്ധിക്കുക, ഈ ആയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ ചരിത്രത്തിലുമൊക്കെ ചില ആളുകൾ സർവമത സത്യവാദം, എല്ലാ മതവും സത്യമാണ് എന്ന് പറയാൻ ഓതാറുള്ള ഖുർആനിലെ ഒരായത്താണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കണം, ഇതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കണം. എന്താണ് ഈ ആയത്തിലുള്ളത്? 62-ാമത്തെ ആയത്ത്. ഇന്ന, തീർച്ചയായും അല്ലെങ്കിൽ നിശ്ചയമായും, അല്ലദീന ആമനു, വിശ്വസിച്ചവർ, ഈമാനുള്ളവർ, വല്ലദീന ഹാദു, വല്ലദീന ഒരു കൂട്ടം ആളുകൾ, ഹാദു യഹൂദ മതം സ്വീകരിച്ചവരും. ഇന്ന, തീർച്ചയായും, അല്ലദീന ആമനു, വിശ്വസിച്ചവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആമന റസൂൽ, അവരെന്ത് ചെയ്തു? ആമനു അർ റസൂല, അവർ റസൂലിനെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? വിശ്വസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിൽ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോ ഇന്ന, തീർച്ചയായും, അല്ലദീന ആമനു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരും, വല്ലദീന ഹാദു, യഹൂദ മതം സ്വീകരിച്ചവരുമാകട്ടെ, വന്നസ്വാറ, ക്രൈസ്തവരാകട്ടെ, വസ്സാബിഈൻ, സാബികളാകട്ടെ. ആരാണ് സ്വാബി എന്നുള്ളത് നമുക്ക് പറയാം. ഈ 4 വിഭാഗത്തെ എണ്ണിയിട്ട് പറയാണ് അല്ലാഹു, മൻ ആമന ബില്ലാഹ്, ആരാണ് അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നത്, അഥവാ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു. എന്നിട്ടോ വിശ്വസിക്കുക മാത്രമല്ല, വഅമില സ്വാലിഹാ, സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു, എങ്കിൽ ഫലഹും, അപ്പോൾ അവർക്കുണ്ട്, അജ്റുഹും, അവരുടെ പ്രതിഫലമുണ്ട്, ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ, വലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ യാതൊരു പേടിയുമില്ല, വലാഹും യഹ്സനൂൻ, അവർക്ക് ഹുസ്ന്, ഒരു ദുഃഖത്തിന്റെ ആവശ്യമില്ല. ഇവിടെ നേരെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു ആയത്ത് കുറച്ച് വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ആദ്യം പറഞ്ഞത് എന്താ? മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുക, അതുപോലെ തന്നെ ജൂതമതത്തിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ സ്വാബി മതത്തിൽ വിശ്വസിക്കുക. 4 വിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. 4 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു. അതിൽ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ആരാണ് ഈ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചു? അവർക്ക് എന്താ പറയല് പൊതുവെ? പോയെല്ലാവരും?
മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യെസ്, ഓക്കെ, മുസ്ലിം, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മുസ്ലിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആളുകൾ മുസ്ലിമാണ്. അതേപോലെ തന്നെ ജൂതന്മാര്, നമുക്കറിയാം ആരാണ്? അൽ യഹൂദ് അല്ലെങ്കിൽ ഹാദൂ എന്ന് പറയുന്നവർ ജൂതന്മാരാണ്. ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ അതും നമുക്കറിയാം, സാബിഉകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാറുണ്ട്. അപ്പൊ ഈ നാല് വിഭാഗത്തെ എണ്ണിയിട്ട് പറയാണ്, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരാവട്ടെ, ജൂതന്മാരാവട്ടെ, ക്രൈസ്തവരാവട്ടെ, സാബികളാകട്ടെ, ഈ 4 വിഭാഗത്തെ എണ്ണിയിട്ട് പറയാണ്, ഇവരാര് തന്നെയാണെങ്കിലും ശരി, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവര് പിന്നെ പേടിക്കേണ്ടതില്ല, അവർക്ക് ഒരു ഭയപ്പാടോ പ്രയാസോ ഉണ്ടാവൂല, അവരാകട്ടെ ദുഃഖിക്കേണ്ട ഒരവസ്ഥയും അവർക്കുണ്ടാവൂല. ഇതാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ചെറിയ ഒരു ഡൗട്ട് പല ആളുകൾക്കും ഉണ്ടാകും. ആരാണ് ഈ സാബിഉകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സാബിഉകൾ എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ വാക്കിൽ മതം മാറിയവൻ എന്നാണ് അതിന്റെ അർത്ഥം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം വാദിച്ച് ഇസ്ലാമിനെ മുന്നിലേക്ക് വെച്ചു കൊടുത്തപ്പോ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളിൽ ചില ആളുകൾ പ്രവാചകനെ വിളിച്ചിരുന്ന പേരാണ് സാബി. സാബി സാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം മാറിയവൻ എന്നതിൻ്റെ അർത്ഥം, മതം മാറിയവൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വിളിച്ചു മതം മാറിയവനെ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആരാണ് സാബികൾ എന്ന് ചോദിക്കുമ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ വലിയ ഒരു ചർച്ച ഈ വിഷയത്തിലുണ്ട്. അതിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അത് ക്രിസ്ത്യാനികളിൽ തന്നെയുള്ള ഒരു വിഭാഗമാണ്. ക്രിസ്ത്യാനികളിൽ തന്നെയുള്ള ഒരു വിഭാഗമാണ്. അവര് ഈ ക്രിസ്ത്യാനിറ്റി അംഗീകരിക്കാതെ അവർ വേറൊരു ഭാഗമായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ടാണ് അവർ സാബികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു വിഭാഗം പറഞ്ഞത് മജൂസികളിലെ വിഭാഗമാണ്. എന്താ ഈ മജൂസി എന്ന് പറഞ്ഞാൽ ആരാ മജൂസി? കേട്ടിട്ടുണ്ടോ നിങ്ങളാ പേര്? മജൂസി എന്താണ്? ഈ മജൂസികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫയർ, അഗ്നി ആരാധകർ കേട്ടോ. മജൂസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഗ്നിയെ ആരാധിക്കുന്ന അഥവാ തീയനെ ആരാധിക്കുന്ന ആളുകളായിരുന്നു. അവിടെ ഈ തീയനെ ആരാധിച്ചിരുന്ന മജൂസികളിൽപ്പെട്ട ഒരു സ്വഹാബി ഉണ്ട്. ആർക്കാ പറയാൻ പറ്റുക? മജൂസികളിൽപ്പെട്ട ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെറുപ്പത്തിൽ അവരുടെ ഈ അഗ്നി കെട്ടുപോകാതിരിക്കാൻ അതിനെ കാവല് നിൽക്കുക എന്നുള്ളതായിരുന്നു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സൽമാൻ അൽ ഫാരിസി. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഷെരീഫ TCR തൃശ്ശൂരായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരാണോ? അല്ല, ഷെമീന അല്ലെ, ഷെമീനയാണ് ഫസ്റ്റ് അയച്ചത്. പിന്നെ സൽമാൻ അൽ ഫാരിസി എന്നുള്ളത് ഷെരീഫ, റയ്ഹാനത്ത്, ഫഹീമ അല്ലെ, അവരൊക്കെ അയച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീകുന്ന. ഇവിടെ നമ്മൾ ഈ വിഷയം പറയാനുള്ള കാരണം, പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സമയത്ത് തന്നെ ഈ മജൂസികളുണ്ട്, മജൂസികളായ വിഭാഗമുണ്ട്, ആ കാലഘട്ടത്തിലുണ്ട്. അവരിലെ ഒരു വിഭാഗമാണ് ഈ സാബിഉകൾ എന്നൊരു അഭിപ്രായം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില ആളുകൾ പറഞ്ഞു സാബിഉകൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ഒരു വിഭാഗമാണ്. നക്ഷത്രത്തെ ആരാധിക്കുക, അങ്ങനത്തെ ഒരു വിഭാഗമാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു അത് മതമില്ലാത്ത ഒരു വിഭാഗമാണ്, മതം പൂർണ്ണമായി ഒഴിവാക്കിയ ആളുകൾ, അതാണ് സാബിയുകൾ എന്ന് പറഞ്ഞവരുണ്ട്. വേറെ ചില ആളുകൾ പറഞ്ഞു അതൊരു പ്രത്യേക മതവിഭാഗമാണ്. അതാണ് കുറച്ചുകൂടി യോജിക്കുന്നത്. ബാക്കിയെല്ലാം അഭിപ്രായങ്ങളാണ്. സാബികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗം, മതവിഭാഗം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ പറഞ്ഞത് ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വന്നസ്വാറാ വസ്സാബിഈൻ, അവിടെ ആ 4 വിഭാഗത്തെ കുറിച്ചും എണ്ണി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്
ആരൊക്കെ തന്നെയാണെങ്കിലും ശരി, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത്, വഅമില സ്വാലിഹൻ, അവർ സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്, എങ്കിൽ ഫലഹും അജ്റും ഇൻദ റബ്ബിഹിം, അള്ളാന്റെ അടുക്കൽ അവർക്ക് പ്രതിഫലമുണ്ട്, അവർക്കുള്ള പ്രതിഫലം അള്ളാഹ് കൊടുക്കും. അവർ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, അവർ ഒരിക്കലും ഭയപ്പെടേണ്ടതുമില്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അവന് സ്വർഗമുണ്ട് എന്നാണോ പറഞ്ഞേ? അല്ല. ചില ആളുകൾ ഈ ആയത്ത് ഓതിക്കൊണ്ടാ പറയണത് ഒരാൾക്ക് മുസ്ലിം ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, മുസ്ലിം ആകാന്ന് നിർബന്ധമൊന്നുമില്ല, മറിച്ച് അവൻ ഏത് മതവിഭാഗത്തിൽപ്പെട്ടാലും കുഴപ്പമില്ല, നന്നായാൽ മതി. അല്ലെ, അങ്ങനെ പറയുന്ന ആൾക്കാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കുറച്ചൊക്കെ ഒരു സോഷ്യലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട്, എല്ലാവരും തൻ്റെ വാക്കുകളിലേക്ക് ശ്രദ്ധ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ പറയാം. എല്ലാം ശരിയാണ്, എല്ലാം സത്യമാണ്, അല്ലാതെ ഇന്ന മതം മാത്രമേ ശരി എന്നൊന്നും പറയാൻ പറ്റൂല, എല്ലാ മതങ്ങളും ശരിയാണ്. ഈ അടുത്ത കാലത്ത് ആളുകളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു മുസ്ലിം പേരുള്ള ഒരു പാട്ടുകാരനും ഇതേ വാദവുമായിട്ട് വന്നിരുന്നു. എല്ലാ മതങ്ങളും ശരിയാണ്, എല്ലാ മതങ്ങളും നല്ലത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, ഏത് മതം സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അയാൾക്ക് പാട്ടുപാടി പോയാൽ മതി. മതത്തിനെ കുറിച്ച് അറിവില്ലെങ്കിൽ പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം ഈ മതം ആരുടെ മതമാണ് എന്നും ഈ മതത്തിന്റെ പ്രത്യേകത എന്താണെന്നും ആ മതത്തിന്റെ ആള് പറഞ്ഞിട്ടുണ്ട്. അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളയാണ്. അള്ളാഹ് വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തു ആൽ ഇമ്രാനിലെ 85-ാമത്തെ ആയത്തിൽ പറയണം, ഇസ്ലാം അല്ലാത്ത മതത്തിനെ ആരെങ്കിലും തേടുന്ന പക്ഷം, അതിനെ സ്വീകരിക്കുന്ന പക്ഷം, അതിൽ ശരി കാണുന്ന പക്ഷം, അതിനെ അംഗീകരിക്കുന്ന പക്ഷം, അതിൻ്റെ ആളാകുന്ന പക്ഷം, ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് ഒന്നും സ്വീകരിക്കപ്പെടൂല, വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പരലോകത്തിലാവട്ടെ അവൻ നഷ്ടക്കാരിൽ പെട്ടവനാകുകയും ചെയ്യും. ഇനി ഇതിനപ്പുറത്തേക്ക് എന്താ അല്ലാഹ് പറയണ്ടേ? അതായത് ഇസ്ലാം അല്ലാത്ത മറ്റേതിനെ ഒരാൾ കൊണ്ട് നടന്നാലും കാര്യമില്ല എന്ന്, ഇസ്ലാം മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ചില ആളുകൾ ചോദിക്കും, അതൊരു ഒരു എന്താ പറയുക, ഒരു വർഗീയതയാണല്ലോ ഇപ്പം അത്. ഇസ്ലാം മാത്രമേ ശരിയുള്ളൂ, ബാക്കി ഒന്നും ശരിയല്ല, എന്താ ഇപ്പൊ എല്ലാ മതവും സത്യമാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പ്രശ്നം? അല്ലെ, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. എല്ലാ മതവും സത്യമാണെന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞാൽ എന്താണ് ഇപ്പൊ അതിൽ പ്രശ്നം? എല്ലാ മതവും സത്യമാണെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? നിങ്ങളെ അഭിപ്രായം എഴുതിക്കോളിട്ടോ. എല്ലാ മതവും ശരിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? ഷിർക്ക് വരും. അല്ല, എല്ലാ മതം ശരിയാണെന്ന് പറഞ്ഞാൽ അതിലെവിടെ ഷിർക്ക് വരുന്ന? എവിടെ? എല്ലാ മതവും ശരിയാണെന്ന് ഒരാൾ പറഞ്ഞാൽ അതിലെവിടെയാണ് ഷിർക്ക്? ഷിർക്ക് വരുമോ എന്ന് ചോദിച്ചാൽ അവിടെ അള്ളാഹിൽ പങ്കു ചേർക്കുന്ന വാചകം നേർക്ക് നേരെയില്ല. പക്ഷേ എല്ലാ മതവും ശരിയാണെന്ന് പറയുമ്പോൾ ഒരു മതവിഭാഗം പറയുന്നത് അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്നാണ്. എന്നാൽ അത് ഇസ്ലാമികമായിട്ട് ശരിയാണോ? അല്ല. വേറെ ചില മതവിഭാഗങ്ങൾ പറയുന്നു ഒന്നിലധികം ദൈവങ്ങളുണ്ട്, ഒരു ദൈവമല്ല, സൃഷ്ടിക്കാൻ ഒരു ദൈവമാണ്, സംഹരിക്കാൻ വേറൊരു ദൈവമാണ്, സംവിധാനിക്കാൻ വേറൊരു ദൈവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ദൈവങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. സ്വാഭാവികമായിട്ടും ഇസ്ലാമിൽ അഹദ് എന്നാണ് അള്ളാന്റെ ഒരു പേരാണ് അൽ അഹദ്, ഏകൻ, ഒരുവൻ. അൽ വാഹിദ് അള്ളാഹുവിന്റെ പേരാണ്, അൽ അഹദ് അള്ളാഹിന്റെ പേരാണ്. എങ്കിൽ അത് മറ്റു മതവിഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ അത് ശരിയാവൂല. ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യത്തിലാണ് ഈ പറയുന്നത്, അടിസ്ഥാനപരമായ കാര്യം. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാലോ അതും ഇതേപോലെ തന്നെ. ഇസ്ലാമിൽ മദ്യപാനം എന്നുള്ളത് നിഷിദ്ധമാണ്. എന്നാൽ ചില മതങ്ങളിലാവട്ടെ അത്
ദൈവത്തിനുള്ള ഒരു സമർപ്പണമാണ്. ചില ഭാഗങ്ങളിൽ കാണിക്ക കൊടുക്കുന്നത് മദ്യമാണ്. ചില ആളുകൾ ദൈവം മദ്യപിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഇസ്ലാമിൽ അത് തെറ്റാണ്. ഇസ്ലാമിലൊരു കാര്യം തെറ്റാകുക, മറ്റു ഭാഗത്തത് ശരിയാകുക. അപ്പൊ അതെങ്ങനെ എല്ലാം കൂടി ശരിയാവുക? ഇസ്ലാമിൽ വലിയ കുറ്റകരമായി പറയുന്ന ഒരു കാര്യം മറ്റുള്ള ഭാഗത്ത് വളരെ നിസാരമെന്ന് മാത്രമല്ല, അത് പുണ്യകരമായ കാര്യമാണ്. ഇസ്ലാമിൽ പലതും പുണ്യമായി പറയുന്നത് മറ്റു മതവിഭാഗങ്ങളിൽ അത്ര വലിയ പുണ്യമല്ല. ഇസ്ലാമിൽ വിവാഹം കഴിക്കുക എന്നുള്ളത് പുണ്യമാണ്. എന്നാൽ ഇതര മതവിഭാഗങ്ങളിൽ കല്യാണം കഴിക്കാതെ സ്വാമിയായും പുരോഹിതനാകും കന്യാസ്ത്രീയായും ഒക്കെ ജീവിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. ഇസ്ലാമിൽ കല്യാണം കഴിക്കുന്നതിലാ പുണ്യം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ മതങ്ങളൊക്കെ കൂടി എല്ലാം ശരിയാണെന്ന് എങ്ങനെ? അതൊരു കള്ളത്തരമാണ്, അല്ലേ? 1+1 വലിയ 1 എന്ന് പറയാൻ പറ്റൂല. 1+1 3 എന്ന് പറയാൻ പറ്റൂല. 1+1 ഒന്നുമില്ല എന്നും പറയാൻ പറ്റൂല. 1+1 2 എന്ന് മാത്രമേ വരൂ. അതല്ലാത്ത വേറൊരു ഉത്തരം വരൂല. എങ്കിൽ ദൈവത്തിന്റെ മതം, ഈ ലോകം സൃഷ്ടിച്ചവന്റെ മതം, ഈ ലോകം സൃഷ്ടിച്ചവൻ ആരോ അവന് തൃപ്തിയുള്ള ആശയവും മതവും അത് ഇസ്ലാമാണ്. കാരണം അത് അവൻ്റേതാണ്. ബാക്കിയുള്ളതൊക്കെ പലതും ചേർക്കപ്പെട്ടതോ തിരുത്തപ്പെട്ടതോ ഒഴിവാക്കപ്പെട്ടതോ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മതവും ശരിയാണ് എന്ന സർവമത സത്യവാദം അത് ഇസ്ലാമികമായിട്ട് ശരിയല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഈ ഒരു വാചകം നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അല്ലേ? ഇതേ വാചകം വായിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ അള്ളാഹ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഭയപ്പാടാണ്, മറ്റൊന്ന് ദുഃഖമാണ്. ഭയവും ദുഃഖവും എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്ന അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് പറയാനുള്ള കാരണം, ഇവിടെ ഭയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വരാനിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ്. ഇതൊക്കെ മുന്നോട്ട് പോകുന്ന അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭയപ്പെടേണ്ട, ഫലാ ഖൗഫുൻ അലൈഹിം, അവന്റെ മേൽ യാതൊരു ഖൗഫ്, ഒരു ഭയവും വേണ്ട. എന്റെ കാരണം എന്താ? ഭയം വരാനുള്ളതിനെ കുറിച്ച് നമുക്ക് ഉണ്ടാവുക. നമ്മളെ മരണപ്പം എങ്ങനെയായിരിക്കും, നമ്മുടെ പരലോകം എങ്ങനെയായിരിക്കും, ഖബർ ശിക്ഷ എങ്ങനെയായിരിക്കും, വിചാരണ ഉണ്ടാവുമോ, വിചാരണ എളുപ്പമാകുമോ അതോ പ്രയാസാകുമോ, നരകത്തിൽ എത്തപ്പെടുമോ, ഇങ്ങനെയുള്ള ഭയം, വരാനുള്ളതിനെ കുറിച്ചുള്ള ഭയം, അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതേപോലെ തന്നെ വലാഹും യഹ്സനൂൻ എന്നാ പറഞ്ഞേ. ഹുസ്ന് ദുഃഖം എന്നാ. നമുക്ക് എപ്പോഴാണ് ദുഃഖം ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് പൊതുവെ ദുഃഖമുണ്ടാവാറുള്ളത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവന് ദുഃഖിക്കേണ്ടി വരൂല, ഞാനിപ്പോൾ അതിൽ പോയിട്ട് ആകെ കുടുങ്ങിപ്പോയി എന്ന് പറയേണ്ട ഒരവസ്ഥ ഉണ്ടാകൂല. ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു എന്ന് പറയേണ്ടതുണ്ടാവൂല. ഇതാണ് ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ അല്ലേ? ക്ലിയർ ആണോ? റെഡി അല്ലേ? ഓക്കെ. അതെ അതെ, ഇവിടെ കുറേ കമന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. തോന്നിയ പോലെ ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊക്കെ ആയിട്ട് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഏത് മതവിഭാഗത്തിൽ പെട്ടു എന്നുള്ളതല്ല അവിടെ പറയണത്. മതം വേണ്ടത് ഇസ്ലാം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം ഒരാൾ യഹൂദനാകുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിനോട് യോജിക്കണതല്ല. ഒരാൾ ക്രിസ്ത്യാനാകുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മതത്തിൽ നിന്നും വ്യതിചലിക്കപ്പെട്ടവരാണ്. ഒരാൾ സാബിയാകുക എന്ന് പറഞ്ഞാൽ അവൻ പുതിയൊരു മതം സ്വീകരിച്ചവരാണ്, അല്ലെങ്കിൽ മതത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്നവരാണ്.
ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ല പറയാണ്. എന്നിട്ട് അല്ല പറയുന്നത് എന്താ? അവൻ ഒരിക്കലും ഭയപ്പെടേണ്ട, അവൻ പ്രയാസപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ടി വരൂല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അജുറുഹും ന, അജുറുഹും, അവരുടെ പ്രതിഫലം, അവരുടെ പ്രതിഫലം ഒരിക്കലും എന്ത് ചെയ്യൂല, നഷ്ടം സംഭവിക്കും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അജുറുഹും എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പ്രതിഫലത്തെ കുറിച്ചാണ് അല്ല പറയുന്നത്. അവരുടെ പ്രതിഫലത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവരുടെ പ്രതിഫലം, എൻ്റെ പ്രതിഫലം എന്നല്ല പറഞ്ഞു, ഞാൻ കൊടുക്കുന്നല്ല പറഞ്ഞ്, അവർക്കുള്ള ഓഹരി എന്താണോ അത് ഞാൻ കൊടുക്കും. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നുള്ള ഒരു പ്രയോഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നടത്തിയത്. ഓക്കെ, ഇനി 63-ാമത്തെ ആയത്താണ് ഇനി പറയാനുള്ളത്. അപ്പോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് 63-ാമത്തെ ആയത്ത്. 62-ാമത്തെ ആയത്തിനെ കുറിച്ച് പറഞ്ഞു. അതിൽ വ്യത്യസ്ത വിഭാഗങ്ങളും ആ വിഭാഗങ്ങളിൽ ആർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുക എന്നുള്ളത് അത് പേരുകൊണ്ടല്ല, മറിച്ച് അവർ ഏത് മതത്തിൽ എന്നതിനപ്പുറത്തേക്ക് അള്ള പറഞ്ഞതുപോലെ തന്നെ ജീവിക്കണം, അതും കൃത്യമായി കൊണ്ട് പറഞ്ഞു. അതങ്ങനെ എടുത്തു പറയാനുള്ള കാരണം, ചില ആളുകളെങ്കിലും ആ ഒരു ആയത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏത് മതമായാലും കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. അത് ശരിയല്ല. മറിച്ച് അള്ള പറഞ്ഞതുപോലെ ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ മതം ഏതാണോ അത് സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് വിജയിക്കാൻ കഴിയുന്നതും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം നേടാൻ സാധിക്കുന്നതും എന്ന് നമ്മൾ വിശദീകരിച്ചു. ഇനി നമ്മൾ 63-ാമത്തെ ആയത്തിലേക്ക് വരികയാണ്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ. ഓതണേ, എല്ലാവരും ഓതിക്കും. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ. وَإِذْ أَخَذْنَا, അഖദ്, അഖദന എന്നല്ല. ചില ആൾക്കാർ ഓതുമ്പോൾ അഖദന എന്ന് പറയും, അഖ്ദിന അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അഖ എന്നാണ്, ഖ ഖ. വഇദ് അഖദ്ന, അഖദ്ന, അഖദ്ന. മീസാഖക്കും, മീസാഖക്കും, ആദ്യത്തെ ഖ, രണ്ടാമത്തേത് ക. മീസാഖക്കും വഇദ് അഖദ്ന മീസാഖക്കും വറഫഅനാ ഫൗഖകുമുത്തൂർ. വറഫഅ, വറഫഅ, വ എന്നുള്ളത് വേറെയാണ്. എന്നുള്ള പ്രയോഗം ആൻഡ് റഫഅന, നാം ഉയർത്തി. അടുത്ത വാചകം റഫഅ, റഫഅന, വറഫഅന. വ എന്നുള്ളത് വേറെ തന്നെയാണ്, റഫഅ എന്നുള്ളതാണ് പദം. വഇദ് അഖദ്നാ മീസാഖകും വറഫഅനാ ഫൗഖകുമുത്തൂർ, ഫൗഖകുമുത്തൂർ. ഫൗഖകുമുത്തൂർ. തൂർ, ത്വ, ത്വാണ്, താല, തൂർ എന്നല്ല, തൂർ, ത്വ, ത്വാണ്. തൂർ സീന പർവ്വതം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ. ബിഖുവ്വത്തിൻ എന്നാണ് കൂട്ടി പറയുമ്പോൾ പറയാം. കൂട്ടി ഓതുകയാണെങ്കിൽ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വദ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ. അങ്ങനെ ഓതുക. പക്ഷെ നിർത്തുന്ന സമയത്ത് ഒരു നിയമമുണ്ട്. ആ നിയമം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹാറ്റാ വരികയാണെങ്കിൽ നേരെ ശ്രദ്ധിക്കുക. നമ്മളൊരു നിയമം പറഞ്ഞു തരാണേ, നേരെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു ഹാത്ത കണ്ടില്ലേ, ഇവിടെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. ഇതാണ് ഹാത്ത എന്ന് പറയുന്നത്. ഹാ ഇട്ടിട്ട് ഹാ ഇടുന്ന താ, അതാണ് ഹാത്ത എന്ന് പറയുന്നത്.
അങ്ങനത്തെ ഹാത്ത വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താ ഉത്ത് എനീസ് എന്നും ഇതിന് പറയും. പെണ്ണുങ്ങളെ താ എന്ന് പറയും അല്ലെ. പെണ്ണുങ്ങളെ പേര് എഴുതുമ്പോഴൊക്കെ എന്ത് ഫാത്തിമത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. ആയിഷത്ത് എന്ന് പറഞ്ഞിട്ട് ഈ പേരെഴുതും അല്ലെ. ജമീലത്ത് അല്ലെ. അങ്ങനെ എന്ത് പേര് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ താ ഇട്ടിട്ടാണ് എഴുതുക ഒട്ടുമിക്ക സ്ത്രീകളുടെ പേരും. അതുകൊണ്ട് തന്നെ താ ഉത്ത് എനീസ് എന്ന് പറയാറുണ്ട്, താ ഉൽ മർബൂത്ത എന്നൊക്കെ പറയാറുണ്ട്. നമ്മളിപ്പോൾ അതിന്റെ പേരല്ല പറയുന്നത്. ഇവിടെ നിർത്തുന്ന സമയത്ത് ബിഖൂവത്ത് എന്ന് പറഞ്ഞിട്ടല്ല നിർത്തേണ്ടത്. ഈ താഇനെ നമ്മൾ ഹാ ആക്കി ഉച്ചരിക്കും. ഈ രണ്ട് ഇത് ഉച്ചരിക്കാതെയാണ് പറയാ. അപ്പൊ എങ്ങനെയും ഖുദൂ മാ ആതൈനാകും ബിഖുവ, ബിഖുവ, ബിഖുവ. മനസ്സിലാവുണ്ടോ? ബിഖുവ. ശ്രദ്ധിക്കണ്ടല്ലോ. ഖുദൂ മാ ആതൈനാകും ബിഖുവ. വദ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ. വദ്കുറൂ മാ ഫീഹി ലഅല്ലകും. വദ്കുറൂ, വദ്കുറു, വസുകുറു അല്ല, വസുകുറു അല്ല. ചില ആൾക്കാരൊക്കെ അങ്ങനെ ദാലിനൊക്കെ സായ ആയിട്ട് ഉച്ചരിക്കുന്നുണ്ട്. ഇത് ദാലാണ്, മറ്റേത് സായാണ്. വദ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഒരു ഭാഗത്തേക്ക് വരാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ നേരെ ബാക്കിയല്ലത്. ഇത് ബനു ഇസ്രായേലരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ, പക്ഷേ അവരുടെ ഒട്ടേറെ നന്ദികേടുകൾ നമ്മൾ മനസ്സിലാക്കി. എന്തെല്ലാം അനുഗ്രഹങ്ങൾ അവർക്ക് അള്ളാഹു നൽകുമ്പോഴും ആ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിക്കുക എന്നത് മാത്രമല്ല, ആ ആസ്വാദനം കുറച്ചുകൊണ്ടാകുമ്പോഴേക്ക് ഇത് വേണ്ട, ഞങ്ങൾക്ക് അടുത്തത് വേണം, ഞങ്ങൾക്ക് വേറെ ആക്കി തന്നാൽ മതി, ഇങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്, വേറെയാണ് ഉദ്ദേശിച്ചത്, ഞങ്ങൾ അത് ചെയ്യൂല, ഇതേ ഞങ്ങൾ ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ള ഒരു ടീമായിരുന്നല്ലോ അവര്. അപ്പൊ അവരുടെ ജീവിതത്തിൽ അള്ള പരീക്ഷിച്ച വലിയൊരു പരീക്ഷണത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. അഥവാ ഈ ബനു ഇസ്രായേലരായ ആളുകൾക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകളിൽ മതപരമായ ഒരു നിഅമത്ത് ഉണ്ടായിരുന്നു. നമ്മളിതിനു മുമ്പ് 1-2 തവണ അത് പറഞ്ഞിട്ടുണ്ട്. ആ നിഅമത്തുകൾ എണ്ണിയപ്പോ ഏതാണ് ആ നിഅമത്ത്? അവർക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് ഏതാ? മതപരമായ നിഅമത്ത്. ഓർമ്മ ഉണ്ടോ? ആർക്കും ഓർമ്മല്ല? പ്രവാചകന്മാർ. പ്രവാചകന്മാർ എന്നുള്ളതുണ്ട്. തൗറാത്ത്, ഫർസീൻ ത. മാഷാ അല്ലാ, മാഷാ അല്ലാ. തൗറാത്താണ് ഉത്തരം കേട്ടോ. അത് കിതാബ് എന്നുള്ളതുണ്ട്, കിതാബുകൾ കൊടുത്തു, അതിൽ പെട്ടതാണ് ഈ തൗറാത്ത്. അപ്പൊ ഈ തൗറാത്ത് എന്ത് ചെയ്തു? അവർക്ക് കൊടുത്തു. സ്വാഭാവികമായിട്ടും ശരിക്കൊരു വേദഗ്രന്ഥം കിട്ടിയാൽ എന്താ വേണ്ടേ? അത് സ്വീകരിച്ച് എന്നാ പിന്നെ നമ്മൾ ഇനി അങ്ങനെ ജീവിക്കുക എന്നാണല്ലോ പറയാ. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ അള്ളാഹു സുബ്ഹാനഹു തആല തൗറാത്ത് കൊടുക്കണം. തൗറാത്ത് കൊടുക്കുന്നതാവട്ടെ ഒരു 2 ചട്ടക്കുള്ളിലാക്കിക്കൊണ്ട്, 2 ചട്ടക്കുള്ളിൽ എന്ന് പറയുമ്പോൾ 2 പലകയുടെ ഉള്ളിലാക്കിക്കൊണ്ടാണ് തൗറാത്തിനെ കൊടുക്കുന്നത്. നമ്മൾ പണ്ട് ഈ താളിയോല ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ 2 പലകകളുടെ ഉള്ളിലാക്കിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ കവർ ചെയ്യപ്പെട്ട രൂപത്തിലാണ് കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയതുപോലെ 23 വർഷം കൊണ്ട് കിട്ടിയതല്ല തൗറാത്ത്, അല്ലെങ്കിൽ കുറെ കാലങ്ങൾ കൊണ്ട് കിട്ടിയതല്ല. ഒരൊറ്റ ദിവസം, ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല വിളിച്ചു. എന്നിട്ട് കുറച്ച് ദിവസം മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പിന്നെ സീനാ പർവ്വതത്തിൽ നിർത്തി. അവിടെ വെച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യുന്നത്? ഈ തൗറാത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ തൗറാത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹ് ഇതാ ഒരു വേദഗ്രന്ഥം നിങ്ങളിലേക്ക് തന്നു എന്ന് പറയുമ്പോൾ, സ്വാഭാവികമായിട്ടും പടച്ചോനെ പേടിക്കുന്ന ഒരാളാണെങ്കിൽ, ആ പ്രവാചകനെ അനുസരിക്കുന്ന കൗമാണെങ്കിൽ, ആ പ്രവാചകരെ ഞങ്ങൾക്ക് തരും, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നന്മയും തിന്മയൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കട്ടെ, ഞങ്ങളൊന്ന് നന്നാവട്ടെ എന്നാണല്ലോ അവർ പറയാ. പക്ഷേ അവരത് സ്വീകരിച്ചില്ല. മൂസാ നബി അലൈഹി സ്വലാം അവർക്ക് ഇത് കൊണ്ടേ കൊടുക്കുമ്പോൾ പറയാം, ഞങ്ങൾക്കിത് വേണ്ടാന്ന്, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങളിത് സ്വീകരിക്കണില്ല. അവർ അതിനെ എതിർക്കുന്ന ഒരവസ്ഥയുണ്ടായത്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു തആല അടുത്തൊരു പരീക്ഷണം അവരുടെ മുന്നിലേക്ക് വെക്കുക.
ചരിത്രത്തിൽ കാണാൻ പറ്റുന്ന ഈ ആയത്ത് അതിനെ കുറിച്ചാണ് പറയണത്. വഇദ് അഖദിന അഖദിന മീസാകക്കും വറഫഅനാ ഫൗഖകുമുത്തൂർ. വഇദ് അഖദിന, നാം വാങ്ങിയ സന്ദർഭം. വഇദ് എന്ന് പറഞ്ഞാൽ ആ സന്ദർഭം. ആ സന്ദർഭം ഓർക്ക് എന്നാണ്. വദ്കുർ എന്നാണ്. നീ അത് ഓർത്തു നോക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അത് ഓർത്തു നോക്ക്. ആര്? ഈ ഒരു ബനു ഇസ്രായേലരായ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. മദീനക്കാരിൽ ഈ പറയപ്പെട്ട ബനു ഇസ്രായേലരായ ആളുകൾ, അല്ലെങ്കിൽ അഹ്ലു കിതാബ് എന്ന് പറയുന്നവരുണ്ട്. അവരോടാണ് പറയുന്നത് അഖദിന, നാം വാങ്ങി, മീസാക്കക്കും, നിങ്ങളോടുള്ള ഒരു കരാറ്. നിങ്ങളോടൊരു കരാറ് വാങ്ങിയ ഒരു സന്ദർഭമുണ്ട്. സത്യത്തിൽ നേർക്കുനേരെ അവരോടല്ല, അവരുടെ പിതാക്കന്മാരോട് വാങ്ങിയ കരാറിനെ കുറിച്ചാണ് പറയണത്. എന്നിട്ട് പറയാണ് വറഫഅനാ ഫൗഖക്കും, നാം റഫ എന്ന ഉയർത്തി. അതുകൊണ്ടാണ് ഇർഫഅ ലിബാസക്, നീ നിന്റെ വസ്ത്രം ഉയർത്തു എന്ന് പറയുന്നുണ്ട് അല്ലെ. ഒരു പ്രയോഗം റഫ എന്നുള്ളത് കൊണ്ട് പറയാം. പിന്നെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ പിന്നെ അയാളുടെ വസ്ത്രം കുറച്ച് നെരിയാണിക്ക് താഴെ ഉണ്ടായിരുന്നു. അപ്പൊ ഇയാൾ വന്നിട്ട് ഉമർ റളിയല്ലാഹുവിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണം. ഉമർ, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഒരുപാട് ഹൈറുകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വലിയൊരു നഷ്ടമാണ്, നിങ്ങൾ മരണപ്പെടുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉമറിനെ നല്ല ഉഷാറാക്കി പറയുന്നുണ്ട്. ഉമർ ഇങ്ങനെ കേട്ടിട്ട് അയാളുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ വസ്ത്രം താഴെ കിടക്കണം. അപ്പൊ പറയാണ് ലിബാസ്, നീ നിന്റെ വസ്ത്രം ഉയർത്തും, അതാണ് നിനക്ക് സൂക്ഷ്മത. മരിക്കാൻ കിടക്കുന്ന സമയത്ത് വരെ പറയണ വാക്കാണത്. അവിടെയാണ് നമ്മൾ സ്വയം പരിശോധിക്കണം. നമ്മുടെ മക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെയോ ഒക്കെ, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ കേട്ടോ, പെണ്ണുങ്ങൾ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചു എന്ന് ഇതിന്റെ കുഴപ്പമില്ല, അത് അടിച്ചു നടക്കാൻ പാടില്ല. നിര്യാണിക്ക് താഴെ കുറച്ച് താഴ്ത്തി കാല് കാണാത്ത രൂപത്തിലായി എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അതല്ല, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വസ്ത്രം നിര്യാണിക്ക് മുകളിലാണ് ഉണ്ടാവേണ്ടത്. ഒരിക്കലും നെരിയാണിക്ക് താഴെ വരാൻ പാടില്ല. അത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്കത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം പരലോകത്ത് നോക്കൂല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഓരോ കാര്യത്തിൽ ഉണ്ടാവൂല. അതാരാ? ഈ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരാ. സത്യത്തിൽ നമ്മൾ നെരിയാണിക്ക് താഴെ എന്തിനാ വസ്ത്രം ധരിക്കുന്നത്? മറ്റുള്ളവർ നമ്മളെ നോക്കട്ടെ എന്നാണ്. നെരിയാണിക്ക് മുകളിൽ ഇങ്ങനെ വസ്ത്രം കൊണ്ടുപോകുമ്പോൾ, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുമ്പോൾ അത് ഒരു കുറച്ചിലാണ്. ഒരു പഴഞ്ചൻ, ഒരു ഉസ്താദാകോ, ഒരു മൂല്യരാകോ, എന്താ ഇങ്ങനെ താഴ്ത്തിയിടുമ്പോഴേക്ക് ഇപ്പം എന്താ പ്രശ്നം അല്ലെ? ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും പലരും പറയാറുള്ളത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബോധ്യപ്പെടേണ്ട കാര്യം തീർച്ചയായും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വസ്ത്രം ധരിക്കാൻ വേണ്ടി പറഞ്ഞോ, അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി മാറുക അല്ലെ. അല്ലാതെ നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കുക, എന്നിട്ട് നമ്മൾ പ്രവാചകന്റെ ആളുകളാണെന്ന് പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളാണെന്ന് പറയാ, നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ സ്വർഗം കിട്ടുക, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. സ്വർഗം കിട്ടണോ എങ്കിൽ ആ സ്വർഗം ആരാണോ നമ്മളോട് പറഞ്ഞത് അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കിട്ടാനുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നരകത്തുനിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ ആ നരകത്തുനിന്ന് രക്ഷപ്പെടേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഒഴിവാക്കും വേണം. അപ്പൊ തന്നെയാണ് എന്ത് ചെയ്യുക, സ്വർഗത്തിലേക്ക് അടുക്കാനും നരകത്തുനിന്ന് രക്ഷപ്പെടാനും കഴിയുള്ളൂ. അള്ളാഹു നമുക്കെല്ലാം സ്വർഗം നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് വറഫഅന. റഫഅ എന്ന് പറഞ്ഞാൽ ഉയർത്തിന, ഉയർന്നു എന്നുള്ള പ്രയോഗമുണ്ട്. ഇവിടെ റഫഅന, നാം ഉയർത്തിപ്പിടിച്ചു. ഫൗഖക്കും, നിങ്ങൾക്ക് മുകളിലായിക്കൊണ്ട് നാം ഉയർത്തി. അത്തൂർ, ആ തൂറിനെ, അതൊന്നുകിൽ ഈ ഒരു തൂര് സീന പർവ്വതമാണ്, അല്ലെങ്കിൽ ഏതോ ഒരു പർവ്വതം. ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. ഖുദൂ മാ ആതൈനാകും ബിഖുവ വദ്കുറു മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ. എന്നിട്ട് അവരോട് പറഞ്ഞു, ഖുദൂ, നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങളത് സ്വീകരിക്കണം. മാ ആതൈനാകും ബിഖുവ, നാം ഈ ഒരു ഗൗരവത്തോടു കൂടി നൽകിയിട്ടുള്ളതുണ്ടല്ലോ, ഇത് നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. വദ്കുറു, നിങ്ങൾ ഓർത്തോളിം, മാ ഫീഹി, അതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുകയും ചെയ്തോളിം. നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ
അത് നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ, അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് അതിൽ നിർദ്ദേശിച്ചത്, ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് നാം അനുശാസിക്കുകയും ചെയ്തു. പറഞ്ഞ വാചകം ഒന്നും കൂടി പറയാം. വ ഇത് അഖദിന, നാം അഖദാർണ സ്വീകരിക്കുക അല്ലെങ്കിൽ വാങ്ങുക എന്നൊക്കെ പറയാം. നാം വാങ്ങിയ സന്ദർഭം, കരാറ് വാങ്ങുക. മീസാക്കും, നിങ്ങളോടുള്ള കരാറിനെ നാം വാങ്ങിയ സന്ദർഭം. വറഫഅനാ ഫൗകകും തൂർ, നിങ്ങൾക്ക് മുകളിൽ തൂറിനെ അല്ലെങ്കിൽ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സന്ദർഭം. എന്നിട്ട് നാം പറഞ്ഞു ഖുദൂ, നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾ സ്വീകരിക്കും. മാ ആതൈനാകും ബിഖുവ വദ്കുറു മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് നാം നൽകിയത് നിങ്ങൾ ഗൗരവ ബുദ്ധിയോടെ ഏറ്റെടുക്കണം, നിങ്ങൾ ഏറ്റെടുക്കണം, സ്വീകരിക്കണം. അത് മാത്രമല്ല, ദോഷബാധയെ സൂക്ഷിക്കാൻ വേണ്ടി അതിൽ നിർദ്ദേശിച്ചത് ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. എന്താണോ തഖ്വ ഉള്ളത് അത് അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത് പാടില്ല എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യണം എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ഓർത്തുകൊണ്ടിരുന്നോളി. ഈ പറയുന്നത് തൗറാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അഥവാ ഈ ബനു ഇസ്രായേലരായ ആളുകൾക്ക് തൗറാത്ത് കൊടുക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുക, അതിനെ സ്വീകരിക്കാതെ. ഇവിടെ നേരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമുണ്ട്, മീസാഖ്. മീസാഖ് വഇദ് അഖദിന മീസാഖക്കും, നാം നിങ്ങളോട് കരാർ വാങ്ങിയ സന്ദർഭം. മീസാഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും വെറും ഒരു കരാറല്ല, ശക്തമായ ഒരു കരാറിനാ പറയാം. ശക്തമായ ഒരു കരാർ, ഉറപ്പിച്ച ഒരു കരാർ എന്ന് വേണമെങ്കിൽ പറയാം. വിശുദ്ധ ഖുർആനിൽ മീസാഖ് എന്ന് പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അതിലൊന്ന് പ്രവാചകന്മാര്, നേരെ ശ്രദ്ധിക്കുക, പ്രവാചകന്മാർ അള്ളാഹുവിൽ നിന്ന് വാങ്ങിയ കരാറിനെ കുറിച്ചാണ്. അതിന് മീസാഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാർ അള്ളാഹുവിൽ നിന്നൊരു കരാർ വാങ്ങുക, റബ്ബേ നീ എന്തു പറഞ്ഞാലും അത് നമ്മൾ സ്വീകരിക്കും. അതായത് അള്ളാഹ് ഏൽപ്പിച്ച ഒരു കരാറാണ്. നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞതാ. അതിനാണ് മീസാഖ് എന്ന് പറയാം. അതാണ് ഒന്ന്. രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ മീസാഖാണ്. ബനു ഇസ്രായേലരായ ആളുകളോട് ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്. ഓർക്ക് ആ വേദഗ്രന്ഥം കൊടുക്കുമ്പോൾ ഞങ്ങളത് സ്വീകരിച്ചോളാന്ന് ഓരാദ്യമേ പറഞ്ഞതാണ്. അത് അവരാദ്യമേ ഏറ്റെടുത്തതാണ്. പക്ഷെ അവർ സ്വീകരിച്ചില്ല. വേറെ ഒരു മീസാഖിനെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് പറയാട്ടോ. മീസാഖൻ ഗലീള, ശക്തമായ ഒരു കരാർ എന്ന നിലക്ക് അള്ളാഹ് പറഞ്ഞൊരു കരാറുണ്ട്. ആ കരാർ ഒരു പക്ഷേ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഭൂരിഭാഗം വരുന്ന ആളുകളും ആ കരാറിൽ ഉണ്ടായിട്ടുണ്ട്. ആ കരാറിന്റെ പേരെന്താന്ന് വെച്ചാൽ നിക്കാഹ് ഉണ്ടല്ലോ, നമ്മുടെ കല്യാണത്തിന്റെ കരാർ. അവിടെ ഒരു പേപ്പറിൽ എഴുതുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആ ഒരു രജിസ്റ്ററിൽ എഴുതിയോ ഇല്ലയോ എന്നുള്ളതല്ല. അത് എഴുതിയാലും ഇല്ലെങ്കിലും, അത് രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ ഒരു കരാർ ഏറ്റെടുക്കുന്നത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഭർത്താക്കന്മാരോടാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഭാര്യയുടെ വലിയന്റെ കയ്യിൽ നിന്ന്, ഒരുപക്ഷെ വാപ്പയായിരിക്കാം അല്ലെങ്കിൽ ജ്യേഷ്ഠനായിരിക്കാം, അങ്ങനെ ആരുടെയോ ആ കുടുംബത്തിലെ ഒരാളുടെ കൈ പിടിച്ചുകൊണ്ടോ കൈ പിടിക്കാതെയോ, കൈ പിടിച്ചാലും ശരി പിടിച്ചിട്ടില്ലെങ്കിലും ശരി, നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, അള്ളാന്റെ പേരിലാണ്, ബിസ്മില്ല പറഞ്ഞിട്ടാണ്, ഹംദും സലാത്തും ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നിങ്ങളുടെ മകൾ ഇന്നയാളെ ഇന്ന സ്വർണ്ണാഭരണം നിശ്ചയിച്ച് അത് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്ക്. അതിന് ഖുർആൻ പറഞ്ഞത് മീസാക്കൻ ഖലീല എന്ന ഒരു പേരാണ്. മീസാക്കൻ ഖലീല, ശക്തമായ ഒരു കരാർ. ആ കരാറ് അള്ളാനോട് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങണത്. നമ്മൾ കരാർ എഴുതുന്നതും കരാർ പറയണതൊക്കെ പള്ളി കമ്മിറ്റിയുമായിട്ടാ കരാർ, അവരുടെ മുന്നിൽ വെച്ചിട്ടായിരിക്കും. ഇനി അവരൊന്നുമില്ല, പള്ളി കമ്മിറ്റി ഒന്നുമില്ല. പള്ളി കമ്മിറ്റി ഇല്ലെങ്കിലും ഇസ്ലാമിൽ കല്യാണം നടക്കും. അവിടെ എന്ത് ചെയ്യണം, പിന്നെ ഭാര്യ ഉണ്ടാവണം, അല്ലെങ്കിൽ വധു ഉണ്ടാവണം, വരൻ ഉണ്ടാവണം, വലിയ ഉണ്ടാവണം, 2 സാക്ഷികൾ ഉണ്ടാവണം. അതാണ് അതിന്റെ ഒരു രൂപം. നമ്മളിപ്പോ വിഷയം നിക്കാഹല്ലാത്തതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോണില്ല. പക്ഷെ അവിടെ ഒരു കരാറ് എന്നുള്ളത് അള്ളാന്റെ പേര് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഒരിക്കലും നമ്മൾ ആരുടെ പേരിലാണോ നമ്മൾ ആ കരാറ് വാങ്ങിയത് അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല.
അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു ഒരു വിവാഹം കഴിക്കുമ്പോൾ അയാൾ മനസ്സിലാക്കേണ്ട കാര്യം, തൻ്റെ ഭാര്യ അവളുടെ വീട്ടിൽ അവളുടെ വാപ്പയുടെയും ഉമ്മയുടെയും മകളായി സ്വസ്ഥമായി സമാധാനപൂർണമായി സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അവൾ ഇപ്പൊ ജീവിക്കുന്ന അവളുടെ ജീവിതത്തിൽ, അഥവാ വാപ്പയുടെയും ഉമ്മയുടെയും കൂടെയുള്ള ജീവിതത്തിനേക്കാൾ സന്തോഷത്തിലും സമാധാനത്തിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കെട്ടാൻ പാടുള്ളൂ. നമുക്ക് അതൊന്നും കഴിയൂല, നമ്മൾ ഇഷ്ടമുള്ള പോലെ, എൻ്റെ ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും എന്നാണെങ്കിൽ അത് അള്ളാഹിനോട് കാണിക്കുന്ന ഒരു എതിരാണ്. അത് ആ ഭാര്യനോടല്ല. ശരിക്കും അള്ളാന്റെ പേര് പറഞ്ഞിട്ടാ നമ്മൾ സ്വീകരിച്ചോളാ, ഞാൻ അങ്ങനെ നോക്കിക്കോളാ അങ്ങനെ നോക്കിക്കോളാ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നിസ്സാരമായി കാണരുത്. ഇതേ കാര്യം ഇനി ഭാര്യമാരോട് പറയാം. സഹോദരിമാരെ ശ്രദ്ധിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു വാക്കുണ്ട് പറയുമ്പോഴേക്ക് എന്നാ പറ്റൂല, ഇന്നോട്ട് ഒഴിവാക്കിക്കളി എന്ന് പറയും, അല്ലേ? അത് വലിയ കുറ്റകരമായ കാര്യമാണ്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ ഞാൻ ഈ പറയണത് അല്ല. വലിയ കാര്യപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ജീവിതം മുന്നോട്ട് പോകണില്ലെങ്കിൽ അത് ഒഴിവാകൽ തന്നെയാണ് ഖൈർ, അതിൽ സംശയമല്ല. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോഴേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എന്തൊക്കെ നടക്കണമെന്ന് വെച്ചാൽ ഒന്ന് കൊലപാതകമാണ്, മറ്റൊന്ന് ഡൈവേഴ്സാണ്. കുടുംബജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഡൈവേഴ്സാണ്. ബാക്കി എല്ലാ തെറ്റുകളുണ്ട്. ഇന്ന് അതൊരു പ്രശ്നമല്ലാതായി. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരാള് കുടുംബത്തിൽ ആരോ ഒരാൾ ഡൈവേഴ്സ് ആയിട്ടിരുന്നു എന്ന് പറയുമ്പോഴേക്ക് തന്നെ വല്ലാത്ത ഒരു വിഷമം ആ വ്യക്തിക്കുണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ആ കുടുംബത്തിലൊക്കെ ആ ഒരു പ്രയാസം ഉണ്ടാവാറുണ്ട്. നമ്മൾ അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കണം എന്നല്ല. ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് മാറുന്നത് പോലെയാണ് എന്ത് ചെയ്യണത്, കല്യാണം കഴിക്കണു, ഒരു മാസമേ ഞങ്ങൾ തമ്മിലില്ല, ഞങ്ങൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ എന്ത് ചെയ്തു, ഞങ്ങൾ ഒഴിവായി, ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സാണ്. എത്ര ലളിതമാണ് ആ വാക്ക്. വാക്ക് ലളിതമാണ്, പക്ഷെ ആ ഗൗരവം അങ്ങനെ എടുത്തു മാറ്റേണ്ട ഒന്നല്ല മീസാക്കൻ ഖലീല എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടെ ആ ഒരു കരാറ് നമ്മൾ അറിഞ്ഞെഴുതിയ കരാറാണത്. നമ്മൾ അറിഞ്ഞിട്ടാണ് ആ കരാറുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരിമാരോട് പറയാനുള്ളത്, ആ കരാറിനോട് നമ്മൾ നീതി കാണിക്കണം. അതല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കിക്കോളി, പിന്നെ എനിക്കല്ലെങ്കിൽ നിങ്ങളൊപ്പം മുന്നോട്ടൊന്നും പോകണമെന്നില്ല, നിങ്ങളുണ്ട് എന്നെ തൊലാക്കലിക്കളി, എന്താ എനിക്ക് നിങ്ങളോട് തന്നെ നിൽക്കണം, എനിക്ക് നിർബന്ധമൊന്നുമില്ല, ഒറ്റക്ക് ജീവിക്കാനും എനിക്കൊക്കെ അറിയാം. ഇങ്ങനെയൊക്കെ പറയുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ അത്തരത്തിലുള്ള പദങ്ങൾ പറയുമ്പോൾ നല്ലോണം പേടിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാന്റെ പേര് പറഞ്ഞിട്ട് ഏറ്റെടുത്ത ഒരു കരാറ് നമ്മൾ തോന്നിയ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇങ്ങോട്ട് ഒഴിവാക്കിക്കോളിയും, എനിക്ക് പറ്റണില്ല, എനിക്ക് സഹകരിക്കാൻ പറ്റൂല, ഞാൻ വിട്ടുവീഴ്ച ചെയ്യൂല, ഞാൻ ക്ഷമിക്കൂല, അല്ലെ, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. എന്നാൽ ഗൗരവപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ, തീർച്ചയായും കുടുംബത്തോട് സംസാരിച്ച് അതിൻ്റെ പരിഹാരങ്ങൾ കാണുകയും വേണം. അത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ഈ മീസാക്ക് എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വറഫഅനാ ഫൗഖകുമുത്തൂർ, അതാണല്ലോ അടുത്ത ഭാഗം. അതിൽ അത്തൂർ എന്ന് പറഞ്ഞാൽ സീനാ പർവ്വതമാണ്. തൂരി സീനാ പർവ്വതം, അതാണ് തൂരി സീനാ പർവ്വതം, ആ ഒരു പ്രയോഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത്തൂർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പർവ്വതം, അങ്ങനെ പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതോ ഒരു പർവ്വതം, ഒരു പർവ്വതത്തെ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് സീനാ പർവ്വതം തന്നെ ആവണം എന്നില്ല എന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായിരുന്നാലും ആ പർവ്വതത്തെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ, നേരെ ശ്രദ്ധിക്കുക, ഇവരിത് സ്വീകരിക്കൂല എന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വലിയ ഒരു പർവ്വതവുമായിട്ട് ഇവരുടെ തലന്റെ മുകളിൽ ഇങ്ങനെ വന്നു. എന്നിട്ട് മൂസാ നബി പറയാം, നിങ്ങളത് സ്വീകരിച്ചിട്ടില്ല, ഇപ്പൊ തലമക്കിടും, നിങ്ങളിത് സ്വീകരിച്ചിട്ടില്ല, നിങ്ങളെ തലമക്കിട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പറയില്ലേ, ഭീഷണിപ്പെടുത്തിയിട്ടെന്ന് അറിയില്ലേ. അല്ലാതെ അവർ സ്വീകരിക്കണില്ല, ഞങ്ങൾക്ക് ഇത് വേണ്ട, അല്ലെ. ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ഇന്നത്തെ സമൂഹത്തിന്റെ ചില വാർത്തകളും വാക്കുകളും കേൾക്കുമ്പോൾ അങ്ങനത്തെ ചില പർവ്വതങ്ങളൊക്കെ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വരേണ്ട ടൈം ആയിട്ടുണ്ട് തോന്നിപ്പോയിട്ടുണ്ട്. ഞാനൊരു പിന്നെ അള്ളാഹുവിന്റെ വിധിയെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴുള്ള അവസ്ഥകൾക്ക് അള്ളാഹിന്റെ ശിക്ഷ വരണം എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ ചിലതൊക്കെ എന്തൊക്കെ കേട്ട് കഴിഞ്ഞാലും എനിക്കിത് വേണ്ട എന്ന് പറയുന്ന, ദീനിനെ ഒരു തമാശയായി കാണുന്ന പല ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. പിന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഖുദൂ മാ ആതൈനാകും ബിഖുവ, നിങ്ങൾ ഇതിനെ ഗൗരവ ബുദ്ധിയോടുകൂടി ഇതിനെ സ്വീകരിക്കണം എന്നാ പറഞ്ഞു. ഇതിനെ നിങ്ങൾ സ്വീകരിക്കണം. എങ്ങനെ? നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ബിഖുവത്തിൻ, ഒരു ശക്തമായിക്കൊണ്ട് സ്വീകരിക്കണം. ഇതൊരു തമാശയായിട്ട് നിങ്ങൾ കാണല്ലേ. ഇതിനെ നിങ്ങൾ ഗൗരവത്തോടുകൂടി കാണണം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഈ ഗൗരവത്തോടുകൂടി കാണും, ഒരു ഗൗരവ ബുദ്ധിയോടുകൂടി കാണുക എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം
അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ദീനിനെ കുറിച്ച് അറിയാനും പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നൽകും. ആ അവസരങ്ങൾ ഇത് ഈ പറയുന്നത് നമ്മളെ ഓരോരുത്തരെ കുറിച്ചും കേട്ടോ, നമ്മളെ ഓരോരുത്തരെ കുറിച്ചാണ്. അത് ഈ ഒരു ആയത്ത് വിശദീകരിച്ചിട്ട് ചില തഫ്സീറുകളിൽ വന്നൊരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. ചില പണ്ഡിതന്മാർ എഴുതി രേഖപ്പെടുത്തിയ കാര്യം. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്കൊക്കെ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു നന്മയല്ല. ഒരു നന്മ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു നന്മകൾക്ക് കൂടി അത് പ്രചോദനമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ നിസ്കരിക്കുക എന്നുള്ളത് ഒരു നന്മയാണ്. പക്ഷെ നിസ്കാരം എന്നുള്ളത് ഒരുപാട് നന്മകളുടെ ഒരു ഭാഗമാണ്, അല്ലെ? നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ അയാൾ നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ, നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ വുളു എടുക്കുക എന്നുള്ളൊരു ഭാഗം ഉണ്ടെങ്കിൽ, വുളു എന്നുള്ളതിൽ മാത്രം ഒതുങ്ങൂല. അയാളെ സംബന്ധിച്ചിടത്തോളം ആ നിസ്കാരത്തിലേക്ക് പോകുന്ന സമയത്തുണ്ട്, വുളു എടുത്തു കഴിഞ്ഞാൽ അയാൾ ചൊല്ലുന്ന ദിക്റുകളുണ്ട്. അതുപോലെ തന്നെ അയാൾ മറ്റുള്ളവരോട് പെരുമാറും. വുളു എടുത്തിട്ട് ഒരാൾ ചീത്ത പറയില്ല, ഞാൻ വുളു എടുത്തിക്കുക എന്ന് പറയാം, അല്ലെ? അവിടെ നന്മയാണ് ചെയ്യണത്. ഇങ്ങനെ ഓരോ നന്മകളും, നേരെ ശ്രദ്ധിക്കുക, ഈ പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക, ഓരോ നന്മകളും മറ്റു നന്മകൾക്ക് പ്രചോദനമായിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് നന്മയിലേക്ക് ഇറങ്ങുമ്പോഴും അത് വേറൊന്നിലേക്ക് 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 നമ്മളിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എന്താ വേണ്ടതെന്നറിയോ? ആഗ്രഹം ഉണ്ടാവണം. എപ്പോഴും നന്മ ചെയ്യണം, നന്മ ചെയ്യണം, നന്മകളിലൂടെ നീങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടാവും. അപ്പൊ നിങ്ങളൊരു ഭക്ഷണം ഉണ്ടാക്കുക വിചാരിച്ചോ, നിങ്ങളെ അയൽവാസിക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചു. സ്വാഭാവികമായിട്ടും ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതൊരു നന്മയാണ്. അത് അയൽവാസിക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങണം, അതൊരു നന്മയാണ്. ആ അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് അത് കൊടുക്കുക എന്നുള്ളത് മറ്റൊരു നന്മയാണ്. അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് മറ്റൊരു നന്മയാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏത് നന്മകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും മറ്റു നന്മകൾക്ക് പ്രചോദനമാണ്. അത് മാത്രമല്ല, ഈ നന്മകൾ കൂടുതൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അയാൾ ഇങ്ങനെ അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്ന, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇസ്ലാമിന്റെ വെളിച്ചം അയാൾക്ക് ഇങ്ങനെ തുറന്നു കിട്ടും. എപ്പോഴും ഇങ്ങനെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. നമ്മൾ ഈ കോഴ്സിൽ ചേരുന്നതിന് മുമ്പ്, ഈ ഖുർആൻ പഠനത്തിലേക്ക് ചേരുന്നതിന് മുമ്പുള്ള നമ്മുടെ നന്മകളും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന നന്മകളും ആലോചിക്കുക. ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ആയത്തുകളൊക്കെ ഓതുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തുറവ് ഇങ്ങനെ വരുന്നതാണ്, ഒരു വെളിച്ചം കിട്ടുക. ജീവിതത്തിലൊരു വെളിച്ചം. ആകെ ഇരുട്ട് മൂടി നിന്നിരുന്ന നമ്മുടെ ജീവിതത്തിന് ഒരു പ്രകാശം അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ കൂടുതൽ കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കുന്നു എന്നിങ്ങനെ തോന്നിപ്പോകും. ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ആലുവയിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയി. അപ്പൊ അവിടുത്തെ ഇമാമ് നിസ്കരിക്കുമ്പോൾ ഓതിയത് സൂറത്തുൽ ബഖറയിലെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ആയത്തുകളാണ്. ഈ 60 മുതലുള്ള ആയത്തുകളായിരുന്നു. അപ്പോൾ അതിന് മുമ്പുള്ള ആയത്തുകൾ തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ 60ലേക്ക് എത്തിയതാണ്. അപ്പൊ ഞാൻ ആ ഖിറാത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയത്തുകളും ആ ആയത്തിൽ പറയുന്ന കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. കാരണം എന്താ? നമ്മളത് പഠിച്ചു. അപ്പൊ അതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ എത്രത്തോളം വിനയത്തോടു കൂടി ആവണം, ഒരായത്ത് കേൾക്കുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, അല്ലെ? എല്ലാത്തിനും ഒരു വെളിച്ചം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് നന്മകളുടെ പ്രത്യേകത. എന്നാൽ ഇതിന് നേരെ ഒരു വിപരീത കാര്യമുണ്ട്. നമ്മളൊരു തിന്മ ചെയ്യാൻ വിചാരിച്ചു. ഒരു തിന്മ ഒരാൾ ചെയ്തു. നേരെ ശ്രദ്ധിക്കുക, ഒരാൾ ഒരു തിന്മ ചെയ്തു. ആ തിന്മ അയാൾ ആദ്യം ചെയ്യുമ്പോൾ അയാൾക്ക് വല്ലാത്ത ബേജാറുണ്ടാകും. ഏറ്റവും സിമ്പിളായിട്ട് പറയാം, നമ്മൾ തീരെ പലിശയുമായിട്ട് ബന്ധപ്പെടാത്ത ഒരാളാണെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് ചില പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ചെയ്തട്ടന്നു, അല്ല അതിപ്പോൾ പരിഹാരം ഇപ്പം എന്താ ചെയ്യുക, പലിശ അല്ലാതെ വേറൊന്നുമില്ല, വേറൊന്നും ഒരു രക്ഷയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാ, ഇത്ര കാലം ഞാൻ പലിശയുമായിട്ട് ഒരിടപെട്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ പലിശ അല്ലാതെ നടക്കൂല. പേപ്പറുകൾ അള്ളഹാനോട് പറയും, അള്ളാഹ് പറയണൊക്കെ ഉണ്ട്, പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പലിശ ചെയ്താലേ കിട്ടുള്ളൂ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ഹറാമാക്കേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണെങ്കിൽ അത് നന്മയിൽ മാത്രമേ തരുള്ളൂ. തിന്മയിൽ ഒരിക്കലും അള്ളാഹു എന്ത് ചെയ്യൂല, നമ്മളെ സഹായിക്കൂല. ഒരു തിന്മ ചെയ്തിട്ട് തിന്മ ചെയ്തോളിറ്റോ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് സഹായം തരാ, നിങ്ങൾക്ക് അതിനൊരു ബറക്കത്ത് തരാ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചേ. അതൊന്നുമില്ല. എന്നാൽ ആ തിന്മയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞേ, അതെന്നെ നിങ്ങളോടും പറയണത്,
ഇപ്പം നമ്മൾ ആദ്യത്തെ ദിവസം ഈ പലിശക്ക് വേണ്ടി വാങ്ങുക എന്നുണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബേജാറ്, ഒരു മനസാക്ഷി കുത്ത്, ആകെ മനസ്സിങ്ങനെ ഒരു ആകെ ഇങ്ങനെ എടുത്ത് പിടിച്ച പോലെ ഉണ്ടാവും അല്ലേ? ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആകെ ഒരു ബേജാറ്, ഒരു ഇരുട്ടുകൂടി മൂടിയൊരവസ്ഥ. അത് ഒന്നാമത്തെ തവണ നമ്മൾ വാങ്ങി, വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു. പിന്നെ അടുത്തൊരു പ്രയാസം വരുമ്പോൾ വീണ്ടും നമ്മൾ വാങ്ങും. അപ്പൊ ആദ്യത്തിന്റെ അത്ര ഉണ്ടാവില്ല, ആദ്യത്തിന്റെ അത്ര പ്രയാസമൊന്നുമില്ല. കുറച്ചും കൂടി കഴിയുമ്പോൾ വീണ്ടും വാങ്ങും, വീണ്ടും വാങ്ങും. പിന്നെ ഒരു മൊബൈലിൽ റീചാർജ് ചെയ്യാൻ വേണ്ടി വരെ, ഒരു മൊബൈൽ വാങ്ങുമ്പോൾ വരെ എന്തിനും പലിശയുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് ബാങ്കിന്റെ പലിശയാണെങ്കിലോ അണ്ണാച്ചിന്റെ പലിശയാണെങ്കിലോ സേട്ടുവിന്റെ പലിശയാണെങ്കിലോ ഒക്കെ എന്ത് ചെയ്യും? വാങ്ങും. അതാണ് തിന്മന്റെ പ്രശ്നം. അത് തിന്മ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് അതിലിങ്ങനെ എന്ത് ചെയ്യും? ഒരു 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 താല്പര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ സിനിമ കാണാനെന്ന് വിചാരിച്ചു, നമ്മൾ ഒരു സിനിമ ടാക്കീസിലേക്ക് പോയി, തിയേറ്ററിലേക്ക് പോയി കാണാണ്. ആദ്യം കാണുമ്പോൾ ആകെ ബേജാറാക്കാൻ, ആരെങ്കിലും കാണൂ, എന്നെ കാണൂ, ആരെങ്കിലും അറിയോ, അല്ല എങ്ങനെ ബേജാറ് ചെയ്യണത് വലിയൊരു തെറ്റാണ് എന്നുള്ള ചിന്ത ഉണ്ടാവും. പക്ഷെ ആ തെറ്റ് ചെയ്ത് 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 എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ നമുക്കതൊരു തെറ്റായിട്ട് തോന്നൂല. അതാണ് തിന്മകളുടെ പ്രശ്നം, തിന്മകളുടെ പ്രശ്നം അത്. പക്ഷെ അതിലെന്താ ഉണ്ടാകുക എന്നറിയോ? നമ്മൾ അള്ളാഹുവിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. തിന്മ ചെയ്യുന്നവരും അള്ളിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഉണ്ടാവോ? നമ്മളെ മക്കളോട് പറയുന്ന കാര്യം ഉണ്ടല്ലോ അല്ലെ, നമ്മൾ പറയുന്നതൊക്കെ അനുസരണക്കേട് കാണിക്കുന്ന മകനാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ഇജ് ഞാൻ പറഞ്ഞ കേൾക്കുകയാണെങ്കിൽ എനിക്ക് എന്നെ ഇഷ്ടമാണ് അല്ലെ, അല്ലെങ്കിൽ എനിക്ക് ഇജ് എൻ്റെ വഴി, നമുക്ക് നമ്മളെ വഴി. എങ്കിൽ നമുക്കെല്ലാം ചെയ്തെന്ന റബ്ബ് നമുക്കിതൊക്കെ ചെയ്തു തന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ ആ തെറ്റുകളിലൂടെ ഇങ്ങനെ നീങ്ങുകയാണെങ്കിലോ നമ്മുടെ ജീവിതം തന്നെ അന്ധകാരത്തിൽ പെട്ടുപോകുക, ഇരുട്ടിലാകുക. നേരത്തെ പറഞ്ഞത് നന്മ ചെയ്യുമ്പോൾ ഒരു വെളിച്ചം, എല്ലാത്തിനും ഒരു വെളിച്ചമാണെങ്കിൽ തിന്മ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ എല്ലാം ഒരു ഇരുട്ടായിരിക്കും, ഒന്നിനൊരു തുറവുണ്ടാവില്ല. എല്ലാം ആകെ ഒരു മൂടിക്കെട്ടിയ പോലെ ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. ഫീൽ എങ്ങനെയാണ്? കുടുംബജീവിതം ആകെ പ്രശ്നം, സാമ്പത്തിക രംഗം ആകെ പ്രശ്നം, അയൽവാസികളോടൊക്കെ പ്രശ്നം, കുടുംബക്കാരോട് പ്രശ്നം, കൂട്ടുകാരോട് പ്രശ്നം, മക്കളോട് പ്രശ്നം, മാതാപിതാക്കളോട് പ്രശ്നം. ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കെട്ടിക്കുടുക്കുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുക എന്നുള്ളതായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വാചകം കൂടി അതിലേക്ക് ചേർത്ത് പറയാം. ദുനിയാവ് അന്വേഷിക്കുന്നവനും അറിവ് അന്വേഷിക്കുന്നവനും ഒരുപോലെയാണ്. ദുനിയാവ് അന്വേഷിക്കുന്നവരും അറിവ് അന്വേഷിക്കുന്നവരും ഒരുപോലെ. അതെങ്ങനെ ഉണ്ടാകുക? അതെങ്ങനെ ശരിയാകുക? അല്ലെ, അത് ആലോചിച്ച് നോക്കിക്കാണി. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പണ്ഡിതന്മാർ പറഞ്ഞ എന്താ അറിയും? ദുനിയാവ് അന്വേഷിക്കുന്നവന് എത്ര കിട്ടിയാലും എന്ത് ചെയ്യൂല? മതിയാകൂല, മതിയാകൂല. അവരാദ്യം പറയേണ്ടത് എനിക്ക് സ്വന്തമായിട്ടേ ഇപ്പോ ഈ റോഡ് സൈഡിലാണ് കിടക്കണത്, ഒരു വാടക വീട്ടിലെങ്കിലും പോയാണ് ഒരു സമാധാനം കിട്ടി. വാടക വീട്ടിൽ പോയാൽ സമാധാനം കിട്ടുമോ? ഇല്ല. അപ്പം പറഞ്ഞത് വെച്ചാൽ സ്വന്തമായിട്ടൊരു 4 സെന്റ് സ്ഥലം ഉണ്ടായാൽ മതി. വേറൊന്നും വേണ്ട, ഒരു 4 സെന്റ് സ്ഥലം. അത് 2 സെന്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരു ചാള കെട്ടിയിട്ടാണെങ്കിലും അവിടെ കിടക്കാലോ. അങ്ങനെ ഇയാള് പിന്നെ ഇങ്ങനെ പണിയെടുക്കുക എന്തായിരിക്കും? ഈ 4 സെന്റ് സ്ഥലത്തിനായിരിക്കും. അങ്ങനെ 4 സെന്റ് സ്ഥലം വാങ്ങി പിന്നെന്താ പറയുക? ഇതിലെങ്ങനെയെങ്കിലും ഒരു 4 കാല് കുത്തിയിട്ട് ഒരു ചെറിയ രൂപത്തിലെങ്കിലും ഒരു വീട്. അയാൾ കുറച്ചൊക്കെ പണിയെടുത്തിട്ട് തന്നെ ഒരു ഒരു റൂമോ 2 റൂമോ ഉള്ള ഒരു വീടുണ്ടാക്കി. പിന്നെന്താ പറയാ? ഓ, ഈ വീടേ എല്ലാവരും വരുമ്പോൾ എന്ത് ചെയ്യണില്ല, അതിനുള്ള സൗകര്യമല്ല, നമുക്ക് വേറെ ഒന്ന് ഇതിന്റെ മോളിക്ക് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു, മോളിക്ക് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും? മോളിക്ക് എടുക്കാൻ തോന്നും. നമുക്ക് ഇങ്ങനെ ഈ ഇപ്പത്തെ ചൂടത്ത് ഈ വണ്ടിയും കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ കാറില്ലാതെ നടക്കൂല കേട്ടോ. കാറായിരിക്കും. റൂഹ് തൊണ്ടക്കുടിയിൽ എത്തുന്നത് വരെ ഓൻ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും, എനിക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാം, എനിക്ക് അവിടുന്ന് എങ്ങനെ കിട്ടും, ഇവിടുന്ന് എങ്ങനെ കിട്ടും. തൃപ്തി ഉണ്ടാവില്ല. ഒരു തൃപ്തി ഉണ്ടാവില്ല. അതാണ് ദുനിയാവ് അന്വേഷിക്കുന്നവൻ. ഇനി അറിവ് അന്വേഷിക്കുന്നവരും അതേപോലെ ആയിരിക്കും. മതപരമായ അറിവിന്റെ കാര്യമായിട്ട് ഞാൻ പറയണത്. മതപരമായ അറിവ്, ദുനിയാവിന്റെ അറിവല്ല. ദുനിയാവിന്റെ അറിവ് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മടുക്കാൻ തുടങ്ങും. എന്നാൽ മതപരമായ അറിവ് അന്വേഷിക്കുന്നവൻ, അയാൾക്ക് എത്ര കിട്ടിയാലും മതിയാവൂലാണ്. എനിക്ക് ഖുർആൻ ഓതാൻ അറിയാലോ എന്ന് പറഞ്ഞ അയാൾ ഇരിക്കൂല. ഓതാൻ അറിയും, പക്ഷെ എനിക്ക് മനപ്പാഠം കുറവാണ്, അപ്പൊ ഞാൻ പഠിക്കട്ടെ.
എനിക്ക് 10 സൂറത്ത് അറിയാം, 10 സൂറത്ത് പോരാ, എനിക്ക് 15 പഠിക്കണം, എനിക്ക് 20 പഠിക്കണം, എനിക്ക് 30 പഠിക്കണം. ഇങ്ങനെ അയാൾ എന്ത് ചെയ്യും? പഠിച്ചുകൊണ്ടേയിരിക്കും. എത്ര കിട്ടിയാലും അയാൾക്ക് മതിയാവൂല. നമ്മളെ അൽഹംദുലില്ലാ നമ്മുടെയൊക്കെ ഒരു മനസ്സതാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്നാൽ ചില ആളുകളെങ്കിലും ഉണ്ട്, ഞാനേ പിന്നെ ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് തൽക്കാലം ഇത് മതി, എനിക്ക് വായിക്കാനും ഒക്കെ മനസ്സിലായിട്ടുണ്ട്, ഇനി ഇത് മതി, ഇനി ഇത് മതി. അല്ല, അത് വിശ്വാസിന്റെ മനസ്സല്ല. ഞാനല്ല ഈ പറയണത്, പണ്ഡിതന്മാരുടെ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. വിശ്വാസിന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവ് എത്ര കിട്ടിയാലും മതിയാവില്ല. അല്ലെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഷയവും യൂട്യൂബിലുണ്ട്, എല്ലാ വിഷയവും ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. പക്ഷെ പഠിക്കാനുള്ളൊരു മനസ്സ് അത് നമുക്ക് തന്നെ വേണം, അത് നമുക്ക് തന്നെ വേണം. ചിലപ്പോൾ നമ്മളെന്ത് ചോദിച്ചാൽ കുറച്ചു നേരം ഇങ്ങനെ തുടങ്ങി വെക്കും, ആവേശത്തിലിട്ട് തുടങ്ങും, അവിടെ നിർത്തും. പിന്നെ അടുത്ത് തുടങ്ങും, ആ എന്നാൽ ഞാനും ഉണ്ടാകും, എന്നിട്ട് അതിലും തുടങ്ങും. എനിക്ക് പരിചയമുള്ള ചില ആൾക്കാരുണ്ട്, ഞാൻ ആ ആളുകളെ കുറ്റപ്പെടുത്തി പറയല്ല. നമ്മളിപ്പോൾ അൽഹംദുലില്ലാ ഒരു 5 കൊല്ലം 6 കൊല്ലത്തോളമായി നമ്മുടെ ഈ പിന്നെ അക്കാദമി തുടങ്ങിയിട്ട്. അപ്പോൾ പല ആളുകളും എന്ത് ചോദിച്ചാൽ ആവേശത്തിൽ എന്ത് കണ്ടുകഴിഞ്ഞാലും ഞാനുണ്ട് 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 അതിൽ. എന്നിട്ട് ചേർന്നിട്ട് ഒരു മാസമൊക്കെ മുന്നോട്ട് പോകും. എന്നിട്ട് പറയും ഇതേ ശരിയാണില്ല, ഞാൻ അടുത്തിൽ നോക്കട്ടില്ല, അടുത്ത് തുടങ്ങുമ്പോൾ ഞാനുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൗഫീഖ് ഇല്ലാത്തവരാണ്. അവർക്ക് ആഗ്രഹമെങ്കിലും ഉണ്ടെന്ന് നോക്കാട്ടോ, ആഗ്രഹമെങ്കിലും ഉണ്ടെന്ന് നോക്കാം, പക്ഷേ തൗഫീഖ് കൂടി കിട്ടണം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, റബ്ബേ ഇത് പൂർത്തിയാക്കാനുള്ളൊരു തൗഫീഖ് എനിക്ക് തരണേ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ 64-ാമത്തെ ആയത്ത്, ചെറിയൊരു വിശദീകരണം മാത്രമേ ഇതിനുള്ളൂ, പെട്ടെന്ന് പറഞ്ഞു പോകാം. ثم توليتم من بعد ذلك. ഏകോദനെ. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. فضل الله എന്നാണ്, فضل. ഓക്കെ, فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. ഓക്കെ, ഇവിടെ പറയുന്നത് വീണ്ടും അവരെ കുറിച്ചാണ്. അഥവാ ബനു ഇസ്രായേലരായ ആളുകൾക്ക് തൗറാത്ത് കൊടുത്തപ്പോൾ അവരത് സ്വീകരിക്കാതിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കിനെ പറഞ്ഞയച്ച്, മലക്കെന്ത് ചെയ്യാണ്? അവരുടെ തലക്ക് മുകളിൽ ആ പർവ്വതത്തെങ്ങനെ ഒരു ഒരു കുട പോലെ വെച്ചു, അല്ലെങ്കിൽ അവരുടെ തലയിലേക്കിടും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്? അവരത് സ്വീകരിച്ചത്. അവർ സ്വീകരിച്ചിട്ടും സുമ്മ വല്ലൈത്തും മിൻ ബഅദി ദാലിക്, പിന്നെ വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും അവർ പുറകോട്ട് പോയി. ഇതൊക്കെ കിട്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്? അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞ് വാങ്ങിയ ആൾക്കാർ വീണ്ടും അതൊന്ന് ഒഴിവായി. എന്നിട്ട് അല്ലാഹ് പറയാണ് ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും. നേരെ ശ്രദ്ധിച്ചോ, ഇത് നമുക്കുള്ളതാണ്, ഈ വാചകം നമുക്കുള്ളതാണ്. ഫലൗലാ, ലൗലാ ഇല്ലായിരുന്നുവെങ്കിൽ, ഇല്ലെങ്കിൽ, ഫദ്ലുല്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹമില്ലെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേൽ, വറഹ്മത്തുഹു അവന്റെ കാരുണ്യവുമില്ലെങ്കിൽ, ലകുന്തു മിനൽ ഖാസിരീൻ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അപ്പൊ നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ട ഒരു കാര്യം, നഷ്ടക്കാരിൽ ഉൾപ്പെടണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. നഷ്ടക്കാരിൽ ഉൾപ്പെടരുത് എന്നാണ്. നഷ്ടക്കാരിൽ ഉൾപ്പെടാതിരിക്കാൻ 2 കാര്യങ്ങളാ പറഞ്ഞു. 2 കാര്യങ്ങൾ. ഒന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം, മറ്റൊന്ന് അള്ളാഹിന്റെ കാരുണ്യം. ഇത് ലഭിച്ച ആളുകൾ എന്ത് ചെയ്യൂല? നഷ്ടക്കാരിൽ ഉൾപ്പെടൂല എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിന്റെ ഫദ്ല് കിട്ടിയവരാണോ? അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയവരാണോ? ഇതൊരുപാട് വിശദീകരിക്കേണ്ട കാര്യം കേട്ടോ. അള്ളാഹിന്റെ ഫദ്ല് കിട്ടുന്ന ആളുകളുണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളത് സമയത്തിന്റെ ദൈർഘ്യം ഉണ്ടാകുമോ എന്നുള്ളത് കൊണ്ടാണ് അത് ചേർക്കാതിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ പഠിക്കണം അള്ളാഹുവിന്റെ, നമ്മൾ ചോദിക്കണതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. അല്ലെ, എപ്പോഴാണ് നമ്മൾ ചോദിക്കണത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക് എന്ന് പറയണത് എപ്പോഴാ?
കേട്ടിട്ടില്ല ആ ഒരു പ്രാർത്ഥന? കേട്ടിട്ടുണ്ടോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്. ആ, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം. അതോ പള്ളി കയറുമ്പോഴോ? പള്ളി കയറുമ്പോഴാണോ പിന്നെ ഇറങ്ങുമ്പോഴാണോ? അപ്പൊ കയറുമ്പോഴെന്താ ചൊല്ലുക? പള്ളി കയറുമ്പോ എന്താ പറയാ? പള്ളി കയറുമ്പോ എന്താ പറയാ? അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക് അല്ലെ? ഫിബിൻത. ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ്. അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. എന്നാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക് അല്ലെ? അവിടെ ഫളി നമ്മൾ ചോദിക്കാണ്. അത് ആ സമയത്ത് മാത്രമല്ല, വേറെയും ഒരുപാട് സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? അള്ളാഹിനോട് ആ ഒരു ഫളിനെ ചോദിച്ചു കൊണ്ടിരിക്കണം, കാരുണ്യം ചോദിച്ചുകൊണ്ടിരിക്കണം. കാരണം അത് കിട്ടാതെ നമ്മൾ രക്ഷപ്പെടൂല. അള്ളാന്റെ അനുഗ്രഹമാണ് എല്ലാം. നമ്മുടെ മക്കള് അള്ളാന്റെ അനുഗ്രഹമാണ്, നമ്മുടെ വീട് അള്ളാന്റെ അനുഗ്രഹമാണ്, നമ്മുടെ വാഹനം അള്ളാന്റെ അനുഗ്രഹമാണ്, നമ്മുടെ ജോലി അള്ളാന്റെ അനുഗ്രഹമാണ്. നമ്മളിപ്പോ എന്തൊക്കെ നമ്മുടേതെന്ന് പറയുന്നുണ്ടോ അതൊക്കെ പടച്ചോന്റെ ഒരു അനുഗ്രഹമാണ്. അള്ളാന്റെ കാരുണ്യം കൊണ്ട് കിട്ടിയത് അതൊക്കെ. അള്ള വിചാരിച്ചാൽ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും അല്ലെ? എത്രയോ സമ്പന്നരായ ആളുകൾ പിന്നെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കാം. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം. എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആ ഒരു റഹ്മത്തും അള്ളാഹുവിൻ്റെ ഫضലും നമുക്കതിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടും അത് നിലനിൽക്കാൻ വേണ്ടിയിട്ടും അത് വർദ്ധിച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നമുക്കെല്ലാം നൽകുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.